ഉറ്റവർ സിനിമ അതിന്റെ രൂപീകരണം തുടങ്ങുമ്പോൾ കഥാപാത്രങ്ങളാണ് ആദ്യം ഉണ്ടായത്. കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് പിന്നീട് നടന്നത്. അതായത് നമ്മൾ ഭയങ്കര അറിയപ്പെടുന്ന നടന്മാരുടെയും നടിമാരുടെയും ഒന്നും പോകാതെ ആ സിനിമയുടെ കഥാപാത്രങ്ങൾക്ക് കൃത്യമായും ആരാണോ ചേരുന്നത് എന്നുള്ള രീതിക്കുള്ള ഒരു അന്വേഷണത്തിനൊടുവിലാണ് ശരിക്കും ജ്യേഷ്ഠനെ അതിരെയും അരുണിനെയും കിട്ടിയത്. അതുപോലെ സംഗീതവും ബാക്കിയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ്സും, ഇപ്പോൾ ഛായാഗ്രഹമായാലും എഡിറ്റിങ്ങിലും ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നല്ല കഴിവുള്ള ആൾക്കാരെ, മികച്ച ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവർ ചെയ്ത വർക്കുകൾ കാണുകയൊക്കെ ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ടെക്നീഷ്യൻ എന്നുള്ള മ്യൂസിക് ടെക്നീഷ്യൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ ടെക്നീഷ്യൻ കൂടെ ആയിരുന്നു. പിന്നെ നമ്മള് സിനിമയ്ക്കകത്ത് 4 പാട്ടുകൾ വളരെ മനോഹരമായിട്ടുണ്ട്. അതിലൊരു പാട്ട് ഏകദേശം ഇപ്പം ട്രെൻഡിങ്ങിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാട്ടിന് മുന്നിൽ പ്രവർത്തിച്ചത് നമ്മൾ ആ പാട്ട് കാണുമ്പോൾ മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത് ഒരുപാട് പേര് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചൊക്കെ പോകും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിലെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിച്ചിരിക്കുന്നത് രാംഗോപാൽ ഗണേഷനാണ്. എല്ലാ ഇൻസ്ട്രുമെന്റ്സും അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ അദ്ദേഹം തന്നെയാണ് അതിന്റെ എഞ്ചിനീയർ. അപ്പൊ അതൊരു അത്ഭുതകരമായ ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരാളിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ അത് അതിന്റെ കവിതകൾ അല്ലെങ്കിൽ അതിന്റെ വരികൾ ലോറൻസ് ഫെർണാണ്ടസ് സാറിനെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോൾ ആദ്യം സാർ എഴുതിയത് ശരിക്കും കൊമേഴ്സ്യൽ സിനിമയ്ക്ക് ചേരുന്ന വരികളെ. അത് കഴിഞ്ഞ് സാറിനോട് നമ്മുടെ സിനിമയുടെ കാര്യം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാർ ശരിക്കും പറഞ്ഞ് ONV കുറിപ്പിന്റെ ഒരു കാലത്തേക്ക് നമ്മുടെ സിനിമയെ തിരിച്ചുകൊണ്ടുപോകുന്ന രീതിയിൽ അങ്ങനെയുള്ള വരികൾ എഴുതി അത് ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. അല്ല, ഗായികമാരും ഗാനം പാടിയ അമേസിംഗ് ഹരീഷ്ണായാലും ശരി, 2 സിംഗേഴ്സ് കുമാറായാലും അതിലും ആ പാട്ട് വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. അത് നമ്മുടെ വിജയം. ഓരോ രംഗങ്ങളും വിജയിച്ചെങ്കിലും ഇപ്പൊ ഇവിടെ ഉള്ള ആളുകളെ വെച്ച് നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുക. അപ്പൊ അഭിനയത്തിന്റെ കാര്യത്തിൽ ആതിര ശരിക്കും ഞെട്ടിച്ചു. ഇപ്പൊ തിയേറ്ററിൽ പടം ഓടുന്നു, തിയേറ്ററിലുള്ള എല്ലാവരും അതെടുത്ത് പറയുന്നുണ്ട്. അടുത്ത അരുൺ നാരായണൻ എന്ന് പറഞ്ഞ നായക കഥാപാത്രം എന്ന് ജീവിക്കുകയായിരുന്നു. ശരിക്കും അതൊരു അഭിനയിക്കുന്നു എന്ന് പോലും തോന്നാത്ത രീതിയിലാണ് അരുൺ പെർഫോം ചെയ്തത്. നമുക്ക് അടുത്ത ജിഷ്ണുവിന്റെ ക്യാരക്ടർ നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ അല്പം കുറഞ്ഞു പോയെങ്കിലും ജിഷ്ണുവിന്റെ ക്യാരക്ടർ ആ കഥയിൽ കൃത്യമായിട്ട് ടേണിംഗ് പോയിന്റിലാണ് പ്രതീക്ഷിച്ചത്. വളരെ നന്നായിട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ നമ്മുടെ ഈ ഡിസ്കഷൻ നടത്തുമ്പോൾ അതിൽ എന്ത് തോന്നുന്നു? അതിലേക്ക് എന്റെ ആദ്യത്തെ സിനിമയാണ്, ഞാൻ അഭിനയിച്ച ആദ്യത്തെ സിനിമയാണ്. ഭയങ്കര സന്തോഷം. കാരണം സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഒത്തിരി പേര് റിവ്യൂ പറഞ്ഞു അഭിനയിച്ചത് നന്നായിട്ട്, ഞാനാണോ ചെയ്തതെന്ന് അവർക്കെല്ലാം അത്ഭുതമായിട്ട് തോന്നിയെന്നാണ് പറഞ്ഞത്. എല്ലാവരും സിനിമ കണ്ട എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. സിനിമയെ പറ്റിയാണെങ്കിലും ഞാൻ ചെയ്ത ക്യാരക്ടറിനെ പറ്റിയാണെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞു. അതിൽ ഒത്തിരി സന്തോഷം. ആദ്യത്തെ സിനിമയിൽ തന്നെ എനിക്കിങ്ങനെ ഇത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ ക്യാരക്ടർ ഇത്രയും ഉൾക്കൊണ്ട് സാറ് വിചാരിച്ച പോലെ വന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാത്രമല്ല നമ്മുടെ നാഷണൽ അവാർഡില് മികച്ച നടിയുടെ കാറ്റഗറിയിൽ അവസാനം വരെ പരിഗണിക്കപ്പെട്ടു എന്നതാണ് അതിലേക്ക് സന്തോഷം. അതൊരു വലിയ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫസ്റ്റ് സിനിമയിൽ തന്നെ അങ്ങനെ അവര് ഒരു വോട്ടിന്റെ കൊണ്ട് കുറവിലാണ് അതിലേക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ അരുണിന്റെ പെർഫോമൻസ്, അരുൺ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. അപ്പൊ അരുൺ എന്ന് പറയുന്ന സിനിമയുടെ പടം കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നത്, ചെയ്ത ക്യാരക്ടർ നല്ലതാണെന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഊർജ്ജമാണ്. ഇത് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ ഉറ്റവർ എന്നുള്ള സിനിമ രജിസ്റ്റർ ആയിരുന്നു. ഇനി തിയേറ്ററിൽ കാണാൻ പറ്റാത്തവർക്ക് OTTയിൽ കാണാൻ പറ്റും. തിയേറ്ററുകളിൽ തന്നെ 68 തിയേറ്ററുകൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിനകത്ത് എത്താത്ത ഒരു ഭാഗവും എല്ലാ ഭാഗത്തുള്ള തിയേറ്ററുകളിലും, അത് A ക്ലാസ് ആയാലും B ക്ലാസ് ആയാലും C ക്ലാസ് ആയാലും അതെല്ലാം ഇപ്പോൾ റിലീസിംഗ് സെന്ററുകളാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ ഈ പടം എത്തിച്ചിട്ടുണ്ട്. ഈ പടത്തിനോട് ചെയ്യാൻ കഴിയുന്ന അങ്ങേയറ്റത്തെ നീതി നമുക്ക് പുലർത്താൻ കഴിയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവസരമായിട്ടും ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിലും അഥവാ അവസരം ഉണ്ടായെങ്കിൽ പോലും വൺസ് ഇൻ എ ലൈഫ് ടൈം നമുക്ക് അഹങ്കാരത്തോടെ പോയ നമ്മുടെ സിനിമയാണ്. ആരുടെ മുന്നിലുണ്ട് ഒരു സിനിമാ വിദ്യാർത്ഥി അല്ലെങ്കിൽ അഭിനയത്തെ അത്രമാത്രം ഒരു അഭിനിവേശത്തോട് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഭഗവത ജീവൻ ആദ്യത്തെ മൂവിയായാലും അതിനുശേഷം നമ്മളുടെ ഉറ്റവരായാലും അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു
ഇമോഷൻസിൽ കൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു എന്നിൽ ഏൽപ്പിച്ചത് എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. സോ എനിക്കത് അതിനോട് നീതി പുലർത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ അപ്പുറം ആ കഥാപാത്രം എത്രമാത്രം ആ പറയുന്ന ഒരു സൃഷ്ടിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരിക്കുമല്ലോ. ഏറ്റവും മികച്ച രണ്ടാമത്തെ സീൻ ഒന്നാമത്തെ ഇപ്പൊ പലരും പറയുന്നതാണ്. എന്റെ അഭിപ്രായം സിനിമ മൊത്തം എനിക്ക് ഇഷ്ടമാണ്, സിനിമ നല്ലതാണ്. പക്ഷെ കണ്ടിട്ട് ഉള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് ഏറ്റവും നല്ല സീനായിട്ട് പറയുന്ന അതില ഇങ്ങനെ സ്വപ്നത്തിലെങ്കിലും എനിക്ക് ഒന്ന് കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞ അതാണ് എല്ലാവരും നമ്പർ 1 സീനായിട്ട് പറയുന്നത്. രണ്ടാമത്തെ സീൻ ഇങ്ങനെ ജിഷ്ണു ആതിരയുടെ വീട്ടിലെത്തുന്ന അപ്പോൾ ഉള്ള സംഭവമാണ് രണ്ടാമത്തെ സീനായിട്ട് പറയുന്നത്. അപ്പൊ അതിലെന്തായാലും അതിലേക്ക് എത്താൻ കഴിയും. പിന്നെ അച്ഛനും മകനുമായിട്ടുള്ള കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ട് എന്ന് പറയുന്നത് അരുണിന്റെയും സജി സോപാനത്തിന്റെയും. അതായത് അത് എല്ലാവരും ഇതിലൊക്കെ 1-2 പേര് ചോദിച്ചു അരുണിന്റെ യഥാർത്ഥ അച്ഛനാണോ സജി? ഇന്നലെ പഠനത്തിൽ 2-3 ചോദിച്ചു യഥാർത്ഥ അച്ഛനാണോ ചോദിച്ചു. അത്ര നല്ല കെമിസ്ട്രി. അത് നമ്മളെ സംഗീതത്തിനെ പറ്റി രാംഗോപാൽ കൃഷ്ണൻ എന്നാണ് പറയുന്നത്. എനിക്ക് തികച്ചും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പടം ചെയ്തപ്പോൾ. മെയിൻലി ഒരു ഡെബ്യൂ ഫിലിം ആയിരുന്നു എൻ്റെ. ആൻഡ് ഈ പടത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ കാണുന്ന പടങ്ങളിൽ കുറേ BGMസും അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ബട്ട് ഈ ഫിലിമിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞ സമയത്ത് പടം റോ ആണ്, നമ്മൾ റിയൽ ലൈഫ് സാധനമാണ് കാണിക്കുന്നത്. അപ്പം BGMs ജനറലി പടത്തിൽ ഒരു ആവറേജ് പടം വെച്ച് നമ്മൾ നോക്കുമ്പോൾ കുറവാണ്. പക്ഷെ ഉള്ളതെല്ലാം നല്ല ഇൻറ്റൻസ് സീൻസിലായിരുന്നു. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് യൂഷ്വലി ഇതിനും കുറച്ച് ലിമിറ്റേഷൻസ് നമ്മൾ വെച്ചിരുന്നു. ലൈക്ക് ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ മോസ്റ്റ്ലി. കാരണം അഗൈൻ ദാറ്റ് ഗിവ്സ് ദി ഒരു റോ ഫീൽ കൊടുക്കാറുണ്ട്. അപ്പം അത് എനിക്ക് ആദ്യം കുറെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതെങ്ങനെ ചെയ്യണം എന്നൊരു ഞാനിപ്പം സ്വന്തമായിട്ട് ഞാൻ മ്യൂസിക് ചെയ്യുമ്പോൾ നമുക്കൊരു റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരു ഫിലിമിന് വേണ്ടി ചെയ്യുമ്പോൾ അതിന് നീതി പുലർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യാന്ന് പറയുന്നൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല എനിക്ക് ലോറൻസ് സാറിനെ പരിചയപ്പെടാൻ പറ്റി പടത്തിലൂടെ. സാറെന്ന് വെച്ചാൽ നമ്മൾ ഒരേ വേവ് ലെങ്ത്തിൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഒരു പാട്ടിന്റെ ട്യൂൺ ഞാൻ മൂളിക്കൊടുത്താൽ അതേ മീറ്ററെങ്കിലും സാർ എഴുതി തരും. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സിങ്കായിട്ട് പോയതായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് സൗണ്ട് എഞ്ചിനീയർ ശങ്കർ ദാസിനായിരുന്നു. ശങ്കർ ചേട്ടൻ ചിത്രാഞ്ജലിയിൽ നമ്മുടെ പടത്തിന് ഓഡിയോ മിക്സ് ചെയ്ത ചേട്ടനാണ്. അപ്പം അതിൻ്റെ ഫോളി ആണെങ്കിലും അതിൻ്റെ സൗണ്ട് ആണെങ്കിലും ഓവറോൾ എല്ലാം അടിപൊളിയായിട്ട് പടത്തിന് ഓഡിയോ പടത്തിന് ഓഡിയോ പെർസ്പെക്റ്റീവ് ഒട്ടും കുറ്റം പറയാൻ തീരെ ഇല്ലാത്തൊരു ഇതായിരുന്നു. കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ട് അതിനൊരു 3D ഓഡിയോ ഫീല് കൊണ്ടുവന്നിരുന്നു പടത്തിന്. സോ ഓവറോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ്. എനിക്ക് നേരത്തെ സജി സോപാനം അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ഡയറക്ടർ കാണണം എന്ന് പറയും. അപ്പോൾ സിനിമ ചിത്രീകരിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ ചിത്രാഞ്ജലിയിൽ ചെന്നപ്പോൾ അവിടെ സിനിമ കാണിച്ചിട്ട് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി. എനിക്ക് ബഷീറിൻ്റെ ബാല്യകാല സഖിയിൽ ജോസഫ് മുണ്ടശ്ശേരി പറഞ്ഞ ഒരു MP ഇപ്പോൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. ആ വാചകം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടാണ് ഇതിൻ്റെ വക്കിലൊക്കെ രക്തം പൊടിഞ്ഞിരിക്കുന്നു. ജീവിതത്തെക്കുറിച്ചാണ്, പച്ചയായ ഒരു ജീവിതം ചിത്രീകരിക്കുകയാണ് ഈ ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കണ്ടപ്പോഴാണ് അതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതാം എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ അതിൽ എഴുതി. അപ്പോൾ ഇവരുടെ പ്രണയം അതാണ്, ഇവർ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഒരു രംഗം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എഴുതിയത് മിഴികളിൽ എന്നുള്ള പാട്ടാണ് ആദ്യം എഴുതിയത്. രാമുവിൻ്റെ സംഗീതം. രാമുവിൻ്റെ സംഗീതത്തെ പ്രത്യേകം എടുത്ത് പറയണം. കാരണം എന്ന് വെച്ചാൽ ഈ സംഗീതം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു കൊമേഴ്സ്യൽ എലിമെൻറ്റിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പരിമിതികൾ ഒരു മ്യൂസിക് ഡയറക്ടറിന് കിട്ടാവുന്നതിൽ വെച്ച് ഒരുപാട് പരിമിതികൾ. അദ്ദേഹത്തിന് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നടത്ത് മതി, ഇന്ന സ്ഥലം മതി എന്നൊക്കെ പറയാം. അപ്പോൾ അതിനെ അതിജീവിക്കുക, ഉള്ളത് വെച്ച് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പരിചയപ്പെട്ട ഇതിൻ്റെ സംവിധായകനാണ് അനിൽ ദേവ് സാറിനെ. ഞാൻ സംവിധായകർ കൂടുതൽ ഒരു 4-5 പേരോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്ര നമുക്ക് റിലാക്സ് ചെയ്ത് കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു നല്ല വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. നല്ലൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ പിന്നീട് വളരെ സന്തോഷം തോന്നിയത് നവാഗത സംവിധായകന് വേണ്ടി ദേശീയ തലത്തിൽ ഫൈനലിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ആക്ടേഴ്സിനെയൊക്കെ പ്രത്യേകം പറയണം. സാറവിടെ സൂചിപ്പിച്ച പോലെ ഇവിടെ അരുണിൻ്റെയും സജി സോപാനത്തിൻ്റെയൊക്കെ ഇതും, അതുപോലെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രണയം, അതുപോലെ ജിഷ്ണുവിൻ്റെ ആ ഒരൊറ്റ സീനെങ്കിലും അത് നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന ഒരു രംഗമായിരുന്നു അതെല്ലാം.
അതൊക്കെ വളരെ ഗംഭീരമാണ്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളെ യഥാർത്ഥത്തിൽ അഭിനയം എന്നുള്ളൊരു മേച്ചിൽപ്പുറത്തേക്ക് വെറുതെ അങ്ങ് വിടുകയല്ല സംവിധാനം ചെയ്തത്. അവർക്ക് അവരുടെ സ്വതന്ത്രമായ കഥാപാത്രത്തിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് ഇവരെ ഒന്നും പ്രത്യേകം നമുക്ക് വേറെ ലെവലിലേക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടെന്നും അവിടെ ഇതുപോലുള്ള പ്രണയികളുണ്ടെന്നും അതിനെ തടസ്സം ചെയ്യുന്ന ജാതീയമായ വേർതിരിവുകളുണ്ടെന്നും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നമ്മൾ പുലർത്തിയിരുന്ന ചില ജാതീയതയുടെ മതിലുകളുണ്ട്. അതിനെയൊക്കെ നന്നായിട്ട് ഇടിച്ചു നിരത്തുന്നുണ്ട് ഈ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു സാമൂഹിക വിമർശനവും ഒരു അവബോധവും കൊടുക്കുന്ന ഇത്തരം ചിത്രങ്ങൾക്ക് എന്തുകൊണ്ടോ മലയാള സിനിമയിൽ ഒരു സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു സംഭവം. ഇതിന് നല്ലൊരു സ്പേസ് കൊടുക്കണം. കാരണം നമ്മുടെ ചലച്ചിത്ര അക്കാദമി തന്നെ ഇത്തരം ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പല കാര്യങ്ങളും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പാട്ടുകൾ ഇതിൽ എഴുതാൻ കഴിഞ്ഞത് എനിക്കും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പാട്ടും അംഗീകരിക്കപ്പെടുന്നതിൽ വളരെ സന്തോഷം. വളരെ ശരിയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങൾ എന്തെങ്കിലും? അപ്പോൾ സിനിമയെ പറ്റി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വളരെ നന്നായിട്ട് തിരക്കഥ എഴുതി അതിനെ പറ്റിയ കഥാപാത്രങ്ങൾ നമ്മൾ തേടി കണ്ടുപിടിച്ചു. അടുത്ത ലൊക്കേഷൻ ഹണ്ടിങ് ഒരു വളരെ വലിയ ഒരു കാര്യമായിരുന്നു. അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഇത്രയും ലൊക്കേഷൻസ് എന്ന് സിനിമ കണ്ട പലർക്കും വിശ്വാസമില്ല. തിരുവനന്തപുരത്ത് ഇത്രയും ഇടുക്കി ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് പലരും ചോദിച്ചു. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ട്രിവാൻഡ്രത്ത് ഇല്ലാത്തൊന്നുമില്ല. ട്രിവാൻഡ്രത്ത് ഹിൽ സ്റ്റേഷനുണ്ട്, ബീച്ചുണ്ട്, സിറ്റി ഉണ്ട്, ടെക്നിക്കൽ ഏരിയ ഉണ്ട്, ടെക്നോ പാർക്കുണ്ട്. അപ്പോൾ എല്ലാം ഉള്ള ഒരേ ഒരു ഡിസ്ട്രിക്റ്റാണ് നമ്മൾ ട്രിവാൻഡ്രം. അപ്പോൾ നമ്മൾ ഈ സിനിമയ്ക്ക് അത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ സിനിമ അത്രയും നന്നായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയത് വളരെ നന്നായി. അതുകൊണ്ടാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങളുടെ അഭിനയവും എല്ലാം കൊണ്ടും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായ സിനിമ മാറി.